സഹ്റുവിൻ്റെ ആദ്യ ഭാഷ മലയാളമാണ്. വിദ്യാഭ്യാസം മലയാളത്തിലൂടെയായിരുന്നു. പിൽക്കാലത്താണ് ഇംഗ്ലീഷിലേക്ക് വളരെ ഇത്രയും ആഴത്തിൽ എത്തിച്ചേരുന്നത്. ഞാൻ ആദ്യകാലത്തൊന്നും എനിക്ക് ലിറ്ററേച്ചറൊന്നും അറിയുന്നില്ലായിരുന്നു. ഞാൻ ഈ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് വായിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ സാഹിത്യം തന്നെ ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മലയാളം വായനയും വളരെ 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 കുറവാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആദ്യ ഉദ്ദേശം പിന്നീട് നഷ്ടപ്പെട്ട് സാഹിത്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാഹിത്യം വായിക്കാൻ തുടങ്ങി. ഈ നോവൽ എഴുത്തിനെ ഹെറിസി, ആചാരവിരോധം എന്നൊരു കമൻറ്റ് പറഞ്ഞു കണ്ടു. നോവൽ എഴുത്ത് എങ്ങനെയാണ് ഒരു ആചാരവിരോധമാണെന്ന് പറയാൻ പറ്റുന്നത്? നോവൽ ഈസ് എ മോഡേൺ ഫോം ഓഫ് ഹെറസി. അപ്പോൾ ഹെറസി എന്ന് പറഞ്ഞൊരു മതനിന്ദയാണ്. ഞാൻ പറഞ്ഞത് മതനിന്ദയുടെ ഒരു ആധുനിക രൂപമാണ് സാഹിത്യം എന്നാണ് പറയുന്നത്. നമ്മൾ റിസോഴ്സസ് വളരെ മെറ്റീരിയൽ ആയിരിക്കണം. നമ്മൾ വളരെ ആബ്സ്ട്രാക്റ്റ് ആയിട്ട് പ്രൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് മിക്കവാറും നമ്മൾ പതറിപ്പോവും. നമ്മളുടെ അജ്ഞത വിവരമുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നല്ല സാഹിത്യം എപ്പോഴും ദുർബലമായിട്ടുള്ള നിയമങ്ങളും ദുർബലമായിട്ടുള്ള ധാർമ്മികതയും മാത്രമേ സൃഷ്ടിക്കൂ എന്നുള്ളതാണ്. നല്ലോണം എഴുതുന്ന പലർക്കും പറ്റാത്തത് എനിക്ക് വോയിസ് ഉണ്ടെന്ന് അവർ തിരിച്ചറിയാറില്ല. നമ്മൾ എല്ലാ കാര്യവും നമ്മളെ സ്വയം ഇകഴ്ത്തി പറയാൻ ശീലിച്ചൊരു സമൂഹമാണ്. അതുകൊണ്ട് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ തന്നെ എഴുത്ത് നന്നാവും എന്നാണ് എൻ്റെ ഒരു കരുതൽ. ഒരു ഇന്ത്യൻ അമ്മ എന്ന് പറഞ്ഞ ഒരു ലോകത്ത് ഇത്രയും വലിയ ദുരിതം പിടിച്ചൊരവസ്ഥ വേറെയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിലൊരു അമ്മയായി മാറുക എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ജീവിതത്തിലെ റോളുകളും അമ്മയിലോട്ട് ചുരുക്കപ്പെടും. സഹ്റുവിൻ്റെ പുസ്തകങ്ങളിൽ തെളിഞ്ഞും ഒളിഞ്ഞും പൊളിറ്റിക്സ് ധാരാളമുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് എൻ്റെ സാഹിത്യ ബോധ്യത്തിൽ വലിയ സ്ഥാനമില്ല. നമസ്കാരം. സഹ്റുവിൻ്റെ ദി ക്രോണിക്കിൾസ് ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന പുസ്തകത്തിലേക്ക്, അതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് സ്വാഗതം. സഹ്റുവിൻ്റെ പുസ്തകങ്ങളുടെ ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു പുസ്തകമേ എത്തിയിട്ടുള്ളൂ. ആ പുസ്തകത്തിന് JCB പുരസ്കാരത്തിൻ്റെ ഒരു നോമിനേഷൻ, അതുകൂടാതെ ഇപ്പോൾ ക്രോസ് വേർഡ് പ്രൈസിൻ്റെ ഒരു സമ്മാനം എന്നിവ കിട്ടിക്കഴിഞ്ഞു. ഇത് ഒരു കൊല്ലത്തിനകം. കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഈ സമയത്ത് ഞാനും സഹ്റുവും കൂടെ മറ്റൊരു വേദിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ സഹ്റു പുസ്തകം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പുസ്തകത്തിനെ പറ്റി അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് കണ്ടുപിടിക്കാനാണ് എൻ്റെ ശ്രമം. ഒരു കൊല്ലം പ്രായമായ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള പ്രായമല്ല, പുസ്തകത്തിൻ്റെ പ്രായമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കൊല്ലം പ്രായമായ ഒരു പുസ്തകം കൈ പിടിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരൻ തൻ്റെ പുസ്തകത്തിനെ പറ്റി എന്തു പറയുന്നു, ഇനി വരാൻ പോകുന്ന പുസ്തകങ്ങളെപ്പറ്റി എന്തു പറയുന്നു എന്ന് നമുക്ക് ആദ്യം സംസാരിക്കാം. സഹ്റു, ഈ പുസ്തകത്തിൻ്റെ എഴുത്തിനെ പറ്റി ആദ്യം ഒന്ന് പറയൂ. How did you start writing this book? I mean, what was the inspiration behind writing this book or any first book that you have written before it and we have not seen? There is no profound reason why I write certain novels. I suppose that certain ideas occur to you at some point and then you shelve it for a while, and as the idea matures you sit down and write it. I don't have very profound reason why I write at all. In terms of particular stories, I completed another novel, I'm finishing another, and I have also, before publishing this particular novel, Chronicle of an Hour and a Half, I had written 3 novels which were not published. So if you ask me on any of these novels why I wrote this, I may not be able to offer a very convincing answer why. I like literature and I am looking for stories, and this idea occurred to me in 2018 or something, and I thought that I may be the best person to narrate it, and I sat down and wrote it. Yeah. It's one is expected to expand on why, but there isn't a lot of why in me. I always think in terms of how and what. What is the story and how I do it? These are the central questions. I never, delve deep into the whys, which I think is a good thing in terms of a novel writing. സഹ്റുവിൻ്റെ ആദ്യ ഭാഷ മലയാളമാണ്. വിദ്യാഭ്യാസം മലയാളത്തിലൂടെയായിരുന്നു. പിൽക്കാലത്താണ് ഇംഗ്ലീഷിലേക്ക്
വളരെ ഇത്രയും ആഴത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ യാത്ര എന്തായിരുന്നു ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളത്തിൽ എഴുതാതെ, അഥവാ മലയാളത്തിൽ ഒരുപാട് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ, ഞാൻ എല്ലാ എഴുത്തുകാരോടും ചോദിക്കുന്ന കാര്യമാണ്, അതിന് വ്യക്തമായൊരു ഉത്തരമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ചോദിക്കട്ടെ. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ, മലയാളത്തെ പറ്റി എഴുതാൻ, ഈ ഒരു പുസ്തകത്തിൽ എല്ലാം മലയാളമാണ്. ഭാഷ, അതിൻ്റെ ആ ഒരു സോൾ, അതിൻ്റെ ഒരു ആത്മാവ് മലയാളമാണ്, അതിന് നടക്കുന്ന കാര്യങ്ങൾ മലയാളമാണ്, അതിൻ്റെ ഭൂമിക മലയാളമാണ്. എന്നാലും അതിൻ്റെ ഭാഷ മലയാളമല്ല. അതെങ്ങനെയാണ് വന്നത്? അത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ഉത്തരമുണ്ട് അതിന്. പക്ഷേ എനിക്കതിനെ കുറിച്ചൊരു ഒരു വളരെ വിശാലാർത്ഥത്തിലുള്ളൊരു ഉത്തരം ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ +2 കഴിഞ്ഞ് പിന്നെ അലിഗഡിൽ ഡിഗ്രി ചെയ്യാൻ പോയി. അവിടുന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് ഈ ഗൂഗിളിൽ ഏറ്റവും മികച്ച നോവലിസ്റ്റുകൾ ആരൊക്കെ, ഇംഗ്ലീഷ് നോവൽ വായിച്ച ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന ആരോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഏറ്റവും മികച്ച എഴുത്തുകാരാരൊക്കെയെന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വായിച്ചു തുടങ്ങിയതാണ്. പക്ഷേ വായിച്ചത് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കൂടുതൽ ഇഷ്ടത്തോടു കൂടി വായിക്കാനും, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആദ്യ ഉദ്ദേശം പിന്നീട് നഷ്ടപ്പെട്ട് സാഹിത്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാഹിത്യം വായിക്കാൻ തുടങ്ങി. അത് ഞാൻ അർദ്ധഭാഷ, ഇംഗ്ലീഷ് ഒരു വലിയ അവഗാഹം ഇല്ലാത്ത സമയത്ത് പോലും ഞാൻ തുടർച്ചയായിട്ട് സാഹിത്യം എനിക്ക് എത്രയാണോ മനസ്സിലായിട്ടുള്ളത് അത് ആസ്വദിക്കുന്ന തലത്തിൽ വെച്ച് ഞാൻ വായിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തുടർച്ചയായിട്ട് വായിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ BA-യും MA ഒക്കെ പൊളിറ്റിക്കൽ സയൻസിലാണ്. എന്നോട് ആരെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. വലിയ ബുദ്ധിമുട്ടാണ് അതിനെക്കുറിച്ചൊക്കെ പറയാൻ. അപ്പോൾ ഒരു സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ലൈഫിൽ, ഇൻ ടേംസ് ഓഫ് എൻജോയ്മെൻറ്റ്, ഇൻ ടേംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇൻ ടേംസ് ഓഫ് റൈറ്റിംഗ്. സോ the way I could answer your question is why I wrote in English rather than in Malayalam. Maybe the answer may lie in the fact that, English came to me through literature, and literature came to me through English language. So it was a perfect marriage in that sense. Also, I did not like literature early on. ഞാൻ ആദ്യകാലത്തൊന്നും എനിക്ക് ലിറ്ററേച്ചറൊന്നും അറിയുന്നില്ലായിരുന്നു. ഞാൻ ഈ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് വായിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ സാഹിത്യം തന്നെ ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മലയാളം വായനയും വളരെ 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 കുറവാണ്. ഇംഗ്ലീഷ് വായിച്ചു തുടങ്ങിയപ്പോൾ ക്ലാസിക്സ് ആയിരുന്നു ആദ്യം വായിച്ചിരുന്നത്? അതെ 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 വെച്ചാൽ ഞാനിത് ചോദിക്കാൻ കാര്യം എല്ലാവരോടും ചോദിക്കുന്ന പോലെ ഒരു ഓട്ടച്ചോദ്യമല്ല. സെഹ്റുവിൻ്റെ എഴുത്തിൽ കാണുന്ന സ്വാധീനങ്ങൾ, ഹൂ ആൻഡ് വാട്ട് വർ യുവർ ആക്ച്വൽ ഇൻഫ്ലുവൻസസ് ഇൻ റൈറ്റിംഗ്? എൻ്റെ ആദ്യകാലത്തെ വായനയൊന്നും എൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടില്ല. കാരണം എൻ്റെ ആദ്യകാല വായനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് ഞാൻ വളരെ നല്ല എഴുത്തുകാരായിട്ട് കാണുന്നു പോലുമില്ല. ഒരു 25-26 വയസ്സിനൊക്കെ ശേഷമാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ലിറ്ററേച്ചർ വായിക്കാൻ തുടങ്ങിയത്. അതും ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ അത് കൂടുതലും വൈറ്റ് മെയിൽ റൈറ്റേഴ്സാണ്. അപ്പോൾ അതിൽ ഞാൻ ഉദാഹരണത്തിന് അന്വേഷിച്ചു ജോയ്സ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു എഴുത്തുകാരൻ. എല്ലാ എഴുത്തുകാരും പറയുന്നത് ജോയ്സ് ലോകത്ത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനാണ്. അപ്പോൾ ഞാൻ ജോയ്സിനെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ജോയ്സ് പറയുന്നത് ഷേക്സ്പിയറാണ് ലോകത്ത് ഏറ്റവും മികച്ച എഴുത്തുകാരൻ. അപ്പോൾ ഞാൻ അവിടെ പോയി അങ്ങേരെ വായിച്ചു നോക്കി. അപ്പോൾ ഈ എഴുത്തുകാരാണ് എന്നെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാനൊരു 27-28 വയസ്സായപ്പോഴേക്കും ഞാൻ അമേരിക്കൻ സാഹിത്യം കൂടുതൽ വായിക്കാൻ തുടങ്ങി. ഞാൻ അമേരിക്കയെ വലിയ രാഷ്ട്രീയമായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സാഹിത്യം ഒരിക്കലും വായിക്കാൻ മുതിർന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു 27-28 വയസ്സായപ്പോഴേക്കും അമേരിക്കൻ സാഹിത്യം വായിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചിട്ടും തോമസ് പിഞ്ചോൺ, ഡോൺ ദെലില്ലോ, ഫിലിപ്പ് റോത്ത്, ഫ്ലാനറി ഒക്കോണോർ, ഈ എഴുത്തുകാരൊക്കെ, റോബർട്ട് കൂവർ, വില്യം ഗാഡിസ്, ഈ എഴുത്തുകാരൊക്കെ വായിച്ചു. മെൽവിലിനെ വായിച്ചു. പിന്നെ കവികൾ വാലസ് സ്റ്റീവൻസ്, A.R. റമൺസ്, മാരിയൻ മൂർ, ബിഷപ്പ്, എലിസബത്ത് ബിഷപ്പ്, ഇവരൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യമാണ് ശരിക്കും എന്നെ എഴുത്തുകാരനാക്കാൻ പഠിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് സത്യം, വിശ്വസിക്കുന്നതല്ല. അരീക്കോട് സ്കൂളിൽ പഠിച്ച് അലിഗഡിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ പോയി. അവിടെ നിന്ന് JNUവിൽ പോയി MA പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പിന്നെ ഒരു PhD പാതി വഴി ഉപേക്ഷിച്ച് പോകുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്ന ഏതൊരു മലയാളി വിദ്യാർത്ഥിയുടെയും തനി പ്രതീകമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്നവരോട്, വായിക്കാൻ പറ്റുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് ഒരു സൂചന തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം വാസ്തവത്തിൽ ചോദിച്ചത്. ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും എന്നോട് ഞങ്ങൾക്കിവിടെ അവസരങ്ങളില്ല എന്ന് പറയുന്നു.
അവസരങ്ങൾ തേടി വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് സൗറു ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇനിയും എനിക്ക് ചോദിക്കാനുള്ളത്, സൗറു യൂറോപ്യൻ എഴുത്തുകാരെ വായിച്ചിരുന്നില്ലേ? കാരണം റൂസോയെ പറ്റിയും ഒക്കെ പലയിടത്തും ഞാൻ ഈ ഇൻ്റർവ്യൂസിലും ഉദ്ധരണികൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ, വായിക്കാൻ വിശാലമായിട്ട് വായിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ എൻ്റെ വായനയൊക്കെ ഈ 20കളിലാണ് വായിച്ചിട്ടുള്ളത്. ഏകദേശം 30കളോട് കൂടി ഞാൻ സീരിയസ് ആയിട്ട് എഴുതാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ വായനയൊക്കെ വലിയ, അതായത് 20 മുതൽ 30 വരെയുള്ള കാലഘട്ടം വായിക്കാൻ ഉപയോഗിച്ചത് കൊണ്ട് ഉള്ളിൽ കിടന്ന ആ എഴുത്തിൻ്റെ തീ പുറത്തു വന്നു എന്ന് പറയാം. ഇത് 30 മുതൽ 40 വരെ വായിച്ചാലും ഇത് ആർക്കും അവസരങ്ങൾ, എൻ്റെ അവസരം എന്നെ കടന്നുപോയി, എനിക്കിനി അവസരമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ഇനിയും സാധിക്കുന്ന കാര്യമാണ്. അതായത് വായന എന്നത് ഒരിക്കലും നമ്മളെ നമ്മൾ പോയി അന്വേഷിച്ച് പിടിച്ചാൽ മാത്രമാണ്, നമ്മളെ കാത്ത് നിൽക്കില്ല. നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സംസാരിക്കുമ്പോൾ സൂസൻ സൊണ്ടാഗിൻ്റെ ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതൊന്ന് പറയാമോ? സൂസൻ സൊണ്ടാഗിൻ്റെ ഭർത്താവ്, അത് സൂസൻ സൊണ്ടാഗ് വളരെ ചെറുപ്പക്കാരിയായിരുന്ന കാലത്താണ് അവരുടെ ഭർത്താവായിരുന്ന ഫിലിപ്പ് റൈഫ് ഒരു അത് ആ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് സാഹിത്യം, എന്താണ് അതിൻ്റെ പ്രസക്തി. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു തത്വചിന്ത പറയുന്നതാണ്. ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് മിക്കവാറും മറ്റൊരാളുമായിട്ട് തർക്കിക്കാനല്ല. എൻ്റെ കഥകൾ ഞാൻ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഫിലിപ്പ് റൈഫ് ഒരു പ്രൊഫസറായിരുന്നു. ഫിലിപ്പ് റൈഫ് ഒരു ബുക്ക് എഴുതി, ദ മൈൻഡ് ഓഫ് ദ മോറലിസ്റ്റ്. ആ പുസ്തകത്തിൽ അങ്ങേര് ഫ്രോയിഡിനെ ഒരു ഇർറിലീജിയസ് മൊറാലിറ്റി പ്രപ്പോസ് ചെയ്യുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് പറയുന്നത്. അതായത് മതമില്ലാത്ത ഒരു ധാർമ്മികത മുന്നോട്ട് വെക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് പറയുന്നത്. ആ പ്രൊഫേസിൽ അങ്ങേര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രോയിഡ് വാസ് എ മെസ്സഞ്ചർ വിത്തൗട്ട് എ മെസ്സേജ്. ഒരു സന്ദേശമില്ലാത്ത സന്ദേശവാഹകനാണ് ഫ്രോയിഡ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അതോടുകൂടി തന്നെ ഈ അമേരിക്കൻ ആയിരുന്ന ഒലിവർ വെൻഡൽ ഹോംസ് ജൂനിയർ 1904 നോർത്തേൺ സെക്യൂരിറ്റീസ് കേസിലെ മൈനോറിറ്റി ദിസ് വാസ് എ ഡിസെൻറ്റ് നോട്ട്. അപ്പം അങ്ങേര് ജഡ്ജ്മെൻറ്റിൽ മൈനോറിറ്റി ആയിരുന്നു. പക്ഷേ അങ്ങേരുടെ ജഡ്ജ്മെൻറ്റിൽ അങ്ങേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്രേറ്റ് കേസസ് മേക്ക് ബാഡ് ലോ. മഹത്തായ കേസുകൾ വളരെ ദുർബലമായിട്ടുള്ള നിയമങ്ങൾക്ക് കാരണമാകുമെന്ന്. എനിക്ക് ഇത് തന്നെയാണ് ഞാനും സാഹിത്യത്തിൽ പറയുന്നത്. നല്ല സാഹിത്യം എപ്പോഴും ദുർബലമായിട്ടുള്ള നിയമങ്ങളും ദുർബലമായിട്ടുള്ള ധാർമ്മികതയും മാത്രമേ സൃഷ്ടിക്കൂ എന്നുള്ളതാണ്. ഇതിനോട് അനുകമ്പമായിട്ട് തന്നെ ഞാൻ പറയുന്നപ്പോൾ ഞാനൊരു ബുക്ക് വായിക്കായിരുന്നു, ഗ്രെഗറി വ്ലാസ്റ്റോസ് ഈസ് എ വെരി ഗ്രേറ്റ് ഗ്രീക്ക് സ്കോളർ, ഗ്രേറ്റ് സ്റ്റുഡൻറ്റ് ഓഫ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ആൻഡ് സോക്രട്ടീസ്. അപ്പം അങ്ങേരുടെ ഒരു എസ്സേ വായിക്കായിരുന്നു. അപ്പോൾ അതിൽ പാരഡോക്സ് ഓഫ് സോക്രട്ടീസ് എന്നുള്ള എസ്സേയിൽ അങ്ങേര് പറയുന്നുണ്ട്, സോക്രട്ടീസ് വാസ് എ evangelist without a gospel, without a dogma. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് സാഹിത്യത്തിൻ്റെയും ധർമ്മം എന്നാണ്. ഒരു ധർമ്മത്തെ, പുതിയ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ധർമ്മം സാഹിത്യത്തിനില്ല, ആ ഒരു ശക്തിയും സാഹിത്യത്തിനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാഹിത്യം മിക്കവാറും നമ്മളെ കൂടുതൽ നമ്മളെ മനസ്സിലാക്കാനും മനുഷ്യാവസ്ഥയെ മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ സന്ധ്യാമേരിയായിട്ട് ഇപ്പോൾ അടുത്ത് സംസാരിക്കുകയായിരുന്നു. സന്ധ്യാമേരി പറഞ്ഞപ്പോൾ ഞാൻ പുസ്തകവായന മനുഷ്യനെ നല്ലവനും ചീത്തവനും ആക്കുന്നില്ല. പുസ്തകവായന നമുക്ക് അറിവ് നൽകുന്നു, നമ്മളുടെ അവസ്ഥകളെക്കുറിച്ച് കൂടുതൽ ബോധ്യവാന്മാരാക്കുന്നു. അതെ 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 ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ സാഹിത്യബോധം എന്ന് പറഞ്ഞാൽ മനുഷ്യാവസ്ഥയെ നമ്മൾ നന്നായിട്ട് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുക. മനുഷ്യാവസ്ഥ എപ്പോഴും ഇര, കുറ്റക്കാരൻ എന്നുള്ള ഈ ദ്വിബിംബങ്ങളിൽ നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ ഒരു മനുഷ്യനിൽ തന്നെ പലവിധ ഗുണങ്ങളും പലവിധ ദോഷങ്ങളും നമ്മൾ കാണും. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾ ഇപ്പോൾ എഴുത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, എഴുത്ത് നിങ്ങളെ ഒരുപാട് സമയം ഒറ്റയ്ക്കിരുത്തും എന്നുള്ളതാണ്. ഈ ഒറ്റയ്ക്കിരിക്കുന്ന മനുഷ്യൻ തന്നെ വളരെ സെൽഫ് ക്രിട്ടിക്കലായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ ചുറ്റുമുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്, ഞാൻ അങ്ങാടിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്, നമ്മൾ വിളിച്ച് പറയുന്നതും വിളിച്ച് പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്, നമ്മളുടെ വീട്ടിലുണ്ട് വിളിച്ച് പറയാത്തത്, നമ്മളുടെ വീട്ടിലുണ്ട് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ, നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ട്. അപ്പോൾ നമ്മളൊരു പുകമറ, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയാതിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് ആരോഗ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സാഹിത്യത്തിന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സത്യം വിളിച്ച് പറയാൻ കഴിയണം എന്നുള്ളത്. കാരണം ഏകാഗിയായിട്ടുള്ളൊരു മനുഷ്യനോട് നമുക്ക് തർക്കിക്കുന്നില്ല. നമ്മൾ ഒരു കഥ രൂപത്തിൽ പറയുകയാണ്, ഇങ്ങനെ സാധ്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ തർക്കരഹിതനായിട്ട് കുറേ കൂടി ആ ഒരു ആശയത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് ഏകാഗിയായിട്ടുള്ള മനുഷ്യൻ എന്നുള്ളതാണ് എൻ്റെ ഒരു സാഹിത്യബോധം. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൽ തർക്കരഹിതമായിട്ട് കഥയിൽ ചിന്തിക്കാനും
കഥയെ വലിയ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ഉദ്ദേശങ്ങൾക്ക് ഒരു ചട്ടുകമാക്കാതെ കഥയിൽ ചിന്തിച്ച് കഥയെ വിശദീകരിക്കാനും അതേസമയം തന്നെ ഭാഷയെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ കഴിവിനനുസരിച്ച് ആ ഭാഷയുടെ ഉറവിടങ്ങളെ അല്ലെങ്കിൽ റിസോഴ്സസിനെ ശക്തമായിട്ട് ഇന്നവേറ്റീവായിട്ട് ഉപയോഗിക്കാനും കഴിയുക എന്നുള്ളതാണ് സാഹിത്യബോധം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. As a consequence of that, of course, there is, since a story is based on society, it of course carries, moral and social questions. This is unavoidable. But how you perspectivize a story is far more important than, the ingredients that you fill in there. ഞാനിത് ഒരു പുസ്തകത്തിൻ്റെ ചർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് വരുന്നത്. കാരണം ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് നല്ല ഭാഷാ സ്വാധീനമുണ്ടെങ്കിലും എഴുത്തിലേക്ക് എത്തുന്നത് അവർക്ക് വളരെ ദുഷ്കരമായിട്ട് തോന്നുന്നു. ഇപ്പം അത് മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത് എന്ന് ഞാൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്ലാസ്സസ് എടുക്കുന്ന ആളായതുകൊണ്ടാണ് ഇങ്ങനത്തെ വ്യക്തികൾ എൻ്റെ മുന്നിലെത്തുന്നത്. ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്ലാസ്സസിനെ പറ്റി വലിയ അഭിപ്രായമൊന്നും സഹ്റൂനില്ല എന്നെനിക്കറിയാം. പക്ഷേ ഒരാൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ഞാൻ ഇവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഇതാക്കാൻ നന്നായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നില്ല, എൻ്റെ എഴുത്ത് ഞാൻ വിചാരിച്ചതുപോലെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, സഹ്റു വായനയെ പറ്റി പറഞ്ഞു. 20കളിൽ നിന്ന് 30കൾ വരെയുള്ള ഒരു 10 കൊല്ലം, ഒരു 10 കാലം വായിച്ച് സഹ്റുവിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇംഗ്ലീഷ് ഭാഷ, ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഈ ഭാഷ വന്നത് വായനയിൽ കൂടെ തന്നെയല്ലേ? അതെ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു കാര്യം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ ലക്ഷ്യം മുഴുകിയ ബാക്കിയെല്ലാം നമ്മൾ സാക്ഷാത്കരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ സാഹിത്യത്തിലെത്തിയത്. സാഹിത്യം പിന്നീട് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെയല്ല, ഞാൻ ഈ കവിതകളൊക്കെ ഒരു 10, 70, 80 പേജുള്ള കവിതകളൊക്കെ ബൈഹാർട്ടൊക്കെ ചെയ്ത് ചൊല്ലിയൊക്കെ നടക്കുമായിരുന്നു. വളരെ ക്രേസി ആയിട്ട്, വളരെ ജോലിയൊന്നും നല്ല ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉമ്മ എപ്പോഴും പറയും, എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ പറയും, മക്കളൊക്കെ ജോലിയൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷ് പറയുമെന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിഷയങ്ങൾ വരുന്നത്, ഇപ്പം മലയാളം നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചേച്ചി ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നാൽ ഇവിടെ എല്ലാവരും മലയാളികളാണ്, എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്, എല്ലാവർക്കും മലയാള അവഗാഹമുണ്ട്. പക്ഷേ ഭാഷാ അവഗാഹം സാഹിത്യ സൃഷ്ടിയിൽ കലാശിക്കത്തില്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ എല്ലാ മാതൃഭാഷയെ സംസാരിക്കുന്ന എല്ലാവരും എഴുത്തുകാരാകണം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിട്ടും എനിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വളരെ ബാലിഷമായിട്ടുള്ള ഒരു വേദനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാഹിത്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇപ്പം ഞാനൊരു ചിത്രകാരൻ്റെ അല്ലെങ്കിൽ ചിത്രകാരിയുടെ ചിത്രം നോക്കുകയാണ്. അപ്പം മൊണാലിസ നോക്കുകയാണ്. മൊണാലിസ എല്ലാവരും പറയുന്നു ഭയങ്കരമാണ്. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ചിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഒന്നും തോന്നാത്തതിന് കാരണം എന്താണ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ഒരു ഡ്രോയിങ് കപ്പാസിറ്റി ടു എൻഗേജ് എ ഡ്രോയിങ്, ടു അപ്രീഷിയേറ്റ് എ ഡ്രോയിങ് ഇൻ ഓൾ ഇറ്റ്സ് കോംപ്ലക്സിറ്റി, ഇൻ ഇറ്റ്സ് കളർ ഫോർമേഷൻ, ഇൻ ദ വേ ദ ടെക്നിക്ക് ഈസ് എംപ്ലോയ്ഡ് ബൈ ദ പെയിൻറ്റർ. ഈ ടെക്നിക്കുകളും പെയിൻറ്റിങ്ങിൻ്റെ ഇതും മറ്റു കാര്യങ്ങളും അതിൻ്റെ മറ്റേ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസും ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്രീഷിയേഷൻ ആവില്ല. അപ്പോൾ എൻ്റെ കൺമുന്നിലുള്ളത് ഒരു ചിത്രം പോലെ ഒരു മൊണാലിസയാണ്. പക്ഷേ അതേസമയം ഞാൻ വില്യം ഇ വാലസിനെയോ അല്ലെങ്കിൽ മറ്റ് ഏണസ്റ്റ് ഗോംബ്രിക്ക് പോലെയുള്ള ആർട്ട് ക്രിട്ടിക്സിനെ വായിക്കുകയാണ്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ്, എന്തുകൊണ്ടാണിത് ഇറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പെയിൻറ്റിങ്സ് എവർ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ എവറി അപ്രീഷിയേഷൻ, എന്തിനെ അഭിനന്ദിക്കുന്നു, അഭിനന്ദനം വളരെ ലേൺഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിങ്ങനെ വെറുതെ വന്നു ചേരുന്നൊരു അഭിനന്ദനമല്ല. അഭിനന്ദനം നമ്മൾ പഠിച്ച് അഭിനന്ദിക്കണം. ആ ഒരു പ്രയത്നം രാഹിത്യത്തിൽ നമ്മൾ ഒന്നിനെ അക്കംപ്ലിഷ് ചെയ്യാൻ നോക്കിയാൽ മിക്കവാറും അത് അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയത്തില്ല. അത് ശരിയാണ്. കാരണം ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ നമ്മൾ എഴുതുമ്പോൾ ഒരു അപ്രീഷിയേഷൻ പഠിച്ച ഒരു വ്യക്തി എഴുതുന്ന റിവ്യൂവും ചുമ്മാ എഴുതുന്ന റിവ്യൂവും തമ്മിൽ ഇത് കൊള്ളാം അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് അതിനോടൊപ്പം തന്നെ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നോ ഇതിലെന്താണ് ഇനി ഒരു എഴുത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തനാക്കുന്നത് എന്നോ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് കാണിക്കുന്നത്. നമ്മുടെ കവിത ഉണ്ടല്ലോ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് ഐ ഹാവ് promises to keep and miles to go before I sleep and miles to go before I sleep. ഇത് ഒരുപാട് പേര് പറയും ഇത് വലിയ കവിതയാണ്, നല്ല കവിതയാണെന്നൊക്കെ. ഒന്ന് വിളിച്ചിരുത്തി ചോദിച്ചു നോക്കൊണ്ട് എന്തോന്നാ അത് ഇത്ര നല്ല കവിതയാക്കി തീർക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചിട്ട് അവർക്കൊന്നും പറയേണ്ടതില്ല. കാരണം ദീസ് ആർ ഹിയർസേ, നിങ്ങളെന്തോ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് പോവാന്ന്.
അപ്പോൾ നമ്മൾ ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാൾ യാത്ര ചെയ്യുന്നു, അതുവഴി ഒന്ന് ഒരു കുതിരയിൽ നിന്നൊന്ന് പുറത്തിറങ്ങുന്നു, ഒന്ന് താഴെ നിന്നു വുഡൊക്കെ ഒന്ന് നോക്കുന്നു, മരങ്ങളൊക്കെ കാണുന്നു, കാട് കാണുന്നു, എന്നിട്ട് പറയുന്നത് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അപ്പോൾ അതിലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് ഫസ്റ്റ് ലൈന് പറയുമ്പോൾ ഇറ്റ് ബേസിക്കലി മീൻസ് മൈൽസ് ആൻഡ് സ്ലീപ്പ്. അതോടെ മൈൽസും സ്ലീപ്പാണ് ഉദ്ദേശിക്കുന്നത്. Then he repeats the same line over and miles to go before I sleep. അപ്പോൾ അതിലെ മൈൽസ് എന്താവും? ഒരു ജീവിത യാത്രയാവും, സ്ലീപ്പ് ഡെത്തായിട്ട് മാറും. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നതിന് നമ്മൾ റിസോഴ്സസ് വളരെ മെറ്റീരിയൽ ആയിരിക്കണം. നമ്മൾ വളരെ ആബ്സ്ട്രാക്റ്റ് ആയിട്ട് പ്രൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് മിക്കവാറും നമ്മൾ പതറിപ്പോവും. അത് നമ്മളുടെ അജ്ഞത മറ്റേ വിവരമുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. But this brings me to your style of writing. What's been appreciated about your style is that you have several techniques deployed in it to bring out what you actually want to express. And I've seen a couple of comparisons of your writing with Arundhati Roy's God of Small Things, probably because of the background. I mean, your geography is the same and your issues are with society. രണ്ടിലും അവിഹിതമുണ്ട്. രണ്ടിലും അവിഹിതമുണ്ട്. അവിഹിതം മാത്രമല്ല, അവിഹിതത്തിനെ സമൂഹം കാണുന്നത് മോറൽ പോലീസിങ് അന്നും ഇന്നും എന്നും നമ്മുടെ സമൂഹം വിട്ടുകളയാത്തൊരു കാര്യം ഈ സദാചാര പോലീസിങ് ആണ്. അപ്പം സഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ക്രോണിക്കിൾ ഓഫ് എൻ അവർ ആൻഡ് എ ഹാഫ്. ഇതാണ്. അത്ര വലിയ പുസ്തകമെന്ന് പറയാനില്ല, പക്ഷേ ഈ 2 കവറുകൾക്കിടയ്ക്ക് സഹ്റു എഴുതി വച്ചിരിക്കുന്ന കഥ, അത് തുടങ്ങുന്നത് ഒരു ആൾക്കൂട്ടങ്ങളുടെ അയുക്തിയിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പം ഞാൻ എന്തായാലും പറയുന്നേ, ഒരു മുമ്പ് ഞാൻ എഴുതി വെച്ചിരുന്ന വാക്ക് മറന്നുപോയി. വാട്സാപ്പിൽ നിന്ന്, അതായത് ഒരു വാട്സാപ്പ് മേർഡർ എന്നുള്ള ഒരു വാട്സാപ്പ് വയലൻസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇപ്പോൾ അന്യമല്ല. വാട്സാപ്പ് വയലൻസ്, വാട്സാപ്പ് മോബ്, ആൾക്കൂട്ടങ്ങളുടെ ആക്രമണം എങ്ങനെയുണ്ടാകുന്നു. അതായത് ഈ നിരന്നിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള വളരെ സാധാരണരായ മനുഷ്യരെ അവരെ ഇങ്ങനെ ഒരു ചിത്രത്തിൽ കൂടെ ഒരു സിനിമാസ്കോപ്പിൽ കൂടെ ഇങ്ങനെ കണ്ടു പോകുന്നതിനിടയ്ക്ക് ഇവരെല്ലാം ഒരുമിച്ച് കൂടി വളരെ അക്രമാസക്തമായ ഒരു കൂട്ടവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അധാർമികതയും സ്ത്രീ വിരുദ്ധതയും എല്ലാം കൂടിച്ചേരുന്ന ഒരു ചെറിയ ചെറിയ ജീവിതങ്ങളെ പിച്ച് ചീന്തുന്ന ഒരു കാരണവുമില്ലാതെ വെറും ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം മാത്രം ഇതിൽ കണ്ടെത്തുന്ന, അവർക്കതിനപ്പുറം ഒന്നുമില്ല, അവർക്കതിനപ്പുറത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്ക് ഒരു കൂട്ടം ജനം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന പാവങ്ങളായ സാധുക്കളായ ഒരു കൂട്ടം ആളുകൾ ഒരു ജനക്കൂട്ടമാവുന്നത് എങ്ങനെയെന്നുള്ളതാണ് സഹ്റുവിൻ്റെ ഈ പുസ്തകത്തിൻ്റെ കഥാതന്തു. ഞാൻ അതിനെപ്പറ്റി സഹ്റുവിനോട് തന്നെ പറയാം, ഒരല്പം കൂടെ അതിനെപ്പറ്റി ഒന്ന് പറയൂ. പുസ്തകത്തിൻ്റെ പേര് ക്രോണിക്കിൾ ഓഫ് എൻ അവർ ആൻഡ് എ ഹാഫ്. അതിൻ്റെ മലയാള വാക്കായിട്ട് പറയേണ്ടതാണ് 1.5 മണിക്കൂറിൻ്റെ കഥ എന്ന് പറയാം, 1.5 മണിക്കൂറിൻ്റെ പുരാവൃത്തം എന്നും പറയാം. അപ്പോൾ ഇത് 15 or 16 നരേറ്റേഴ്സ് പേരാണ് ഈ കഥ പറയുന്നത്. അത് ഒരു അവിഹിത ബന്ധത്തിൻ്റെ മേലെ ഉണ്ടാകുന്ന ഒരു ആൾക്കൂട്ട കൊലപാതകത്താണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. അത് മൾട്ടിപ്പിൾ നരേറ്റേഴ്സ്, പല രീതിയിൽ പല വ്യക്തികൾ, ആ വ്യക്തികളിൽ കൊല്ലപ്പെടുന്ന ആളുടെ അമ്മയുണ്ട്, കൊല്ലപ്പെടുന്ന ആളുടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയുണ്ട്, പിന്നെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്, വെറുതെ നിന്ന് വീഡിയോ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 15 or 16 പേര് വഴി ഞാനൊരു വളരെ വളരെ പെട്ടെന്ന് തന്നെ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്രൗഡ് ഫോം ചെയ്യുന്നു. ആ ക്രൗഡ് ഫോർമേഷനെ കുറിച്ചും എന്താണ് ഒരു ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുന്നതെന്നും ആ പ്രകോപനത്തിന് മതിയായിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്നും ഇവരുടെ ഈ വന്നു ചേരുന്ന അക്രമത്തിൻ്റെ ഭാഗമായി വരുന്ന ആൾക്കാരുടെ വ്യക്തി ജീവിതം എന്താണെന്നുള്ളതൊക്കെയാണ് ഇവരുടെ തന്നെ വാക്കുകളിലൂടെ കഥ പറയാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് കഥ. ഇതിൽ ഈ മോബ് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതൊരു അവിഹിത ബന്ധത്തിൻ്റെ മേലെയാണ് ഈ ആൾക്കൂട്ട ഉപലോപനം നടത്തുന്നത്. അപ്പം നമ്മൾക്കൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ മതി. ഈ അവിഹിത ബന്ധം വേണ്ട, നമ്മളൊരു കൊച്ചുകുട്ടിയെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ, ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വാർത്ത പരന്നാൽ ഇത്തരം ഒരു കലാപോ
ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഉണ്ടാകാറില്ല. നമ്മുടെ നാട്ടിൽ ആൺകുട്ടികളെ ലൈംഗികമായിട്ട് ചെറുപ്പത്ത് ഉപദ്രവിക്കുന്നത് മറ്റേ ഒരു സാമൂഹ്യ സമ്മതി തന്നെയുള്ള ഒരു 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 സ്ഥലമായിട്ടാണ് എൻ്റെ ചെറുപ്പകാലത്തെ ജീവിതവും എൻ്റെ ഇപ്പോഴുള്ള ജീവിതവും എന്നെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ആൾക്കാരെ പ്രകോപിതരാക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വലിയ ഒരു തത്വചിന്തയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. ബേസിക്കലി ആണുങ്ങൾക്ക് പരസ്പരം വലിയ രീതിയിലുള്ള ഒരു ലൈംഗിക അസൂയുണ്ട്. 2, ആണുങ്ങൾക്ക് മറ്റാണുങ്ങളെ ഡൊമിനേറ്റ് ചെയ്യാൻ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ തർക്കം തന്നെ വരുമ്പം ആണുങ്ങൾ പെട്ടെന്ന് പറയുന്നത് എന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എനിക്കതിനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു ജനക്കൂട്ടം എന്ന് പോലും ആൾക്കൂട്ടം എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു ആൺകൂട്ടാണത്. It's a group of men. It's a group of men. Yeah, I have hardly heard of women, going berserk over an affair or anything. Women don't do that. I'm not too sure about that because there are incidents that way. Society is changing. Okay. But still, it ought to be very rare. അപ്പോൾ ഈ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ആൺകൂട്ടാണ് ബേസിക്കലി. എൻ്റെ സ്റ്റഡി ബേസിക്കലി ആൺകൂട്ടത്തെ കുറിച്ചാണ്. ഈ ബീയിങ് പ്രൊവോക്ഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റ് പല സ്ഥലത്ത് വെച്ചാൽ ഓരോ കഥാപാത്രവും വന്ന് ഒരു സാധാരണ കഥാപാത്രം വന്ന് കഥ പറയുകയാണ്. 16 കഥാപാത്രങ്ങളോളം വന്നു കഴിയുമ്പോൾ ഓരോരുത്തരും ചെറിയ കഥ പറഞ്ഞ് ആ കഥ ഇങ്ങനെ ഒരു വളരെ വിഷ്വൽ ക്വാളിറ്റിയോടെ കയറിയാണ് ഈ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. ഈ സിനിമാറ്റിക് ക്വാളിറ്റി എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് നോവല് അത് 1ാമത്തെ പേജ് മുതൽ അവസാന പേജ് വരെ തോരാ മഴയാണ്. അപ്പം ഈ മഴ മറ്റ് കാലാവസ്ഥകൾ മാതിരിയല്ല. മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ കഥ വിശദീകരിക്കാൻ കഴിയില്ല. കാരണം മഴ വലിയൊരു ഫിസിക്കൽ ഇവൻ്റാണ്. അപ്പം മഴയെ നിങ്ങൾ തുടർച്ചയായിട്ട് വിശദീകരിക്കാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടും. ആ നിർബന്ധിതാവസ്ഥയിൽ മഴയെ എങ്ങനെ നിങ്ങൾ വിശദീകരിച്ചാൽ അതിൽ വിഷ്വലായി മാറും. അപ്പം ഇറ്റ് വാസ് എൻ ആക്സിഡൻ്റൽ കോൺസിക്വൻസ് ഓഫ് മൈ എൻഗേജ്മെൻറ്റ് വിത്ത് ദ റെയിൻ മേ ബി, ബട്ട് യാ. പക്ഷേ അതിലെ കാറ്റലിസ്റ്റ് പ്രേരക ഘടകങ്ങൾ മഴ മാത്രമല്ല. എൻ്റെ കണ്ണിൽ മഴയുണ്ട്, അമ്മയുണ്ട്, സ്ത്രീയുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇത് ഞാൻ ആദ്യം നോവൽ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് ഒരു അവിഹിത ബന്ധത്തിൻ്റെ പേരിലുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകം, എങ്ങനെയാണ് ആ ആൾക്കൂട്ട നിർമ്മിതി എന്നുള്ളതൊക്കെ ചിന്തിച്ചിരുന്നത്. അത് ഒരു വർഷം മാതിരി. 2ാമതൊരു വർഷം ഞാൻ നോവൽ എഴുതാൻ പുറപ്പെട്ടപ്പോൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു ഇന്ത്യൻ അമ്മ, ഒരു ഇന്ത്യൻ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ലോകത്ത് ഇത്രയും വലിയ ദുരിതം പിടിച്ചൊരവസ്ഥ വേറെയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിലൊരു അമ്മയായി മാറുക എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ജീവിതത്തിലെ റോളുകളും അമ്മയിലോട്ട് ചുരുക്കപ്പെടും. പിന്നെ നിങ്ങളെ വേറെ ഒന്നുമില്ല, നിങ്ങൾ അമ്മ മാത്രമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ആരോ ചോദിച്ചപ്പം പറഞ്ഞത് വളരെ സ്വന്തം പരിശുദ്ധിയാൽ മരണപ്പെടുന്ന ചില നദികളെ പോലെയാണ് അമ്മമാരെന്ന് പറഞ്ഞു. അമ്മയുടെ ജീർണതയിലാണ് നമ്മളൊക്കെ മിക്കവാറും ഈ പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് നടക്കുന്ന നമ്മൾ അമ്മയുടെ ജീർണതകളിലാണ് ശരിക്കും നമ്മൾ പൂക്കളായിട്ട് വിടരുന്നത് തന്നെ പറയാം. അപ്പോൾ ആ ഒരു അമ്മയുടെ അവസ്ഥ വളരെ ഇന്ത്യയിലൊരു അമ്മയായിരിക്കുന്നതിൻ്റെ അവസ്ഥ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജിൽ, അതായത് വലിയ സൊഫിസ്റ്റിക്കേഷൻ ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് സത്യമായിട്ട് എന്താണ് ആ വ്യക്തിക്ക് തോന്നുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച്, ആ വ്യക്തി അമ്മയായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നേരിട്ട് സത്യം ഉച്ചത്തിൽ പറയിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നീട് അട്രാക്റ്റീവായിട്ട് മാറി എന്നുള്ളൂ, അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറി എന്നുള്ളൂ. അപ്പോൾ 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആൾക്കൂട്ട കൊലപാതകം, പിന്നെ 2 ഇന്ത്യയിലൊരു അമ്മ, വിശുദ്ധതയുടെ തടങ്കലിൽ കിടക്കുന്ന ഒരു സ്ത്രീ. അതാണ് ഇവിടുത്തെ അമ്മ. അവർക്കത് ആ തടങ്കലിൽ നിന്ന് അവർക്ക് സ്വയം മോചിക്കാൻ പറ്റില്ല, ആരും മോചിപ്പിച്ച് വിടുകയുമില്ല. മരണം വരെ അവർ ആ തടങ്കൽ അനുഭവിച്ചേ പറ്റൂ. അതെ, അതാണ് പറഞ്ഞത്. നമ്മുടെ ചില നദികൾ, ഇപ്പോൾ ഗംഗാ നദി ആണെന്നുണ്ടെങ്കിലും മറ്റു നദികളും സ്വന്തം പരിശുദ്ധിയാണ് ഇവരുടെ ശാപം. കാരണം ഈ പരിശുദ്ധമല്ലായിരുന്നെങ്കിൽ ഈ നദികൾ ഇത്രത്തോളം അവഹേളിക്കപ്പെടില്ലായിരുന്നു. കാരണം ഈ നദികളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നദികളിൽ നമ്മൾ ചെന്നാൽ അറിയാം, മരിച്ചുകൊണ്ടിരിക്കുന്ന നദികളാണിത്. ഒരു ദിവസം മാത്രം എത്രത്തോളം. അപ്പോൾ സ്വന്തം പരിശുദ്ധിയാൽ മരണപ്പെടുന്ന നദികളെ പോലെ തന്നെയാണ് അമ്മ. സ്വന്തം പരിശുദ്ധി എന്നത് നിലനിർത്തിക്കൊണ്ടു പോകാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതിനവർ മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ അതിനെ ഏറ്റവും കൂടുതൽ മലിനമസമാക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തടങ്കലാണ് ഞാൻ പറഞ്ഞത്. ഈ തടങ്കൽ ഇതിനകത്തുള്ള അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഇതിനകത്തെ അമ്മയ്ക്ക് ഒരു റോൾ മോഡൽ ഉണ്ടോ എവിടെയെങ്കിലും?
ഇല്ല എൻ്റെ ഉമ്മ വളരെ അല്ല വ്യത്യസ്തമായിട്ടുള്ള സഹറുവിൻ്റെ ഉമ്മയല്ല ഞാൻ പറഞ്ഞേ, അമ്മമാരിൽ ഏതെങ്കിലും റോൾ മോഡൽ എന്തെങ്കിലും വായിച്ചതിലുണ്ട്. അപ്പൊ വളരെ ശക്തമായൊരു കഥാപാത്രമാണ് ഈ അമ്മ. ഈ അമ്മ കുറച്ച് വരുന്നേ ഉള്ളൂ, പക്ഷെ ആ അമ്മയിൽ നിന്ന് അടുത്ത കഥാപാത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ വളരെ ശാന്തതയിൽ നിന്ന് തടങ്കലിൽപ്പെട്ട് വളരെ പക്വതയോടെ എനിക്ക് വേറൊന്നും ഇല്ലയെന്ന് സ്വീകരിച്ചു കഴിഞ്ഞ, ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സ്വീകരിച്ചു കഴിഞ്ഞ ഒരു അമ്മയിൽ നിന്ന് അടുത്ത കഥാപാത്രത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കഥ ഈ ശാന്തമായി ഒഴുകിയിരുന്ന നദി ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് തെറിച്ചു പോകുന്ന പോലെ ഒരു കഥാപാത്രമാണ് അടുത്തത് വരുന്നത്. One inspiration you could cite is this character called R.D. Brundon in Faulkner's As I Lay Dying. This novel he wrote in 1932 or 33, and it also is structurally indebted. My novel is structurally indebted to Faulkner's As I Lay Dying. അപ്പോൾ ഈ As I Lay Dying എന്ന് പറഞ്ഞ ഈ നോവലിൽ 15, 16, 8, 10 പേരാണ് ആ നോവൽ നരേറ്റ് ചെയ്യുന്നത്. അതിലെന്താന്ന് പറഞ്ഞാൽ ഒരു അമ്മ മരിക്കാൻ കിടക്കുന്നു. അങ്ങനെയാണ് നോവൽ തുടങ്ങുന്നത്. അമ്മ മരിക്കാൻ കിടക്കുന്നു, അമ്മക്ക് 4 മക്കളുണ്ട്, അവിഹിതത്തിൽ വേറൊരു മകനുണ്ട്. മൂത്ത മകന് അമ്മ മരിക്കാൻ കിടക്കുന്ന അവിടെ മറ്റേ ആശാരിയാണ് മൂത്ത മകൻ. അപ്പോൾ ക്യാഷ് എന്നാണ് പേര് പുള്ളിയുടെ. പുള്ളി ഈ അമ്മക്ക് വേണ്ടി ഒരു കഫിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ കാണുന്നുണ്ടത്. അപ്പോൾ ഈ അമ്മ അവസാനം പറയുന്നുണ്ട്, അച്ഛൻ ഒരു പണിയില്ലാതെ വെറുതെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ അമ്മ അമ്മയുടെ ഡെത്ത് ബെഡ് വിഷ്, മരണക്കിടക്ക എന്നുള്ളൊരു വിഷാണ് എന്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബ സെമിത്തേരി ജെഫേഴ്സണിൽ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മരിക്കുകയും ഇവർ മരിച്ചതിന് ശേഷം ഈ കുടുംബം പല രൂപത്തിലും ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ വെള്ളപ്പൊക്കം വരുന്നുണ്ട്, അവിടെ തീ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ എന്ത് ചെയ്യുന്നു, ഈ അമ്മയെ, സ്വന്തം അമ്മയെ അവരുടെ കുടുംബ സെമിറ്ററിയിൽ അടക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന യാത്രയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. ഈ നോവലിൽ ഈ R.D. ബ്രണ്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ അമ്മ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ആ കഥാപാത്രത്തെ തുടർച്ചയായിട്ട് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാര്യം തുടർച്ചയായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ നോക്കുകയോ ചെയ്താൽ ആ കാര്യം നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. അതിൽ വേറെ ചോദ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോവലിൻ്റെ എപ്പിഗ്രാഫ് തുടക്കത്തിൽ തന്നെയുള്ള കൊട്ടേഷൻ R.D. ബ്രണ്ടൻ പറയുന്ന ഒരു കൊട്ടേഷനാണ്. അത് പറയാനാണ് ഞാനിത് ചോദിച്ചത്. അതെ അത് വിശദമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ നോവൽ ഇപ്പോൾ പോകുന്ന ട്രജക്ടറിയിൽ സ്വീകരിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിലെല്ലാം ഈ വായനയിൽ നിന്ന് വരച്ച ഈ അമ്മ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല. ആഫ്രിക്കയിലെ, സൗത്ത് അമേരിക്കയിലെ, ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ എല്ലാം സ്ത്രീത്വങ്ങൾ ഇങ്ങനെ തന്നെ തളയ്ക്കപ്പെടും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ ആ വഴി ഇത് തന്നെയാണ്. അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മൾ 50കളിലേക്ക് പുസ്തകം വായിക്കുമ്പോഴും ഇപ്പോഴത്തെ പുസ്തകം വായിക്കുമ്പോഴും അവരുടെ ഭൗതിക സാഹചര്യങ്ങളെ വ്യത്യാസം വന്നിട്ടുള്ളൂ. ജീവിത സാഹചര്യങ്ങൾ, ജീവിത അനുഭവങ്ങൾ ഏതാണ്ട് അതേ വഴി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ അമ്മയെ പറ്റി എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് വരുന്ന 2 സ്ത്രീകളും പ്രധാനമായിട്ട് വരുന്നത്. 2 സ്ത്രീകളുടെയും ശരിക്കും പറഞ്ഞാൽ അവരുടെ അനുഭവം ഒന്ന് തന്നെയാണ്. അവരുടെ മനസ്സിലെ വിഷമങ്ങൾ ഒന്ന് തന്നെയാണ്. അത് ഇറ്റ്സ് ബീയിങ് പ്രോലിഫറേറ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. എന്താ പറയുന്നത്, അതിനെ എഴുതി പിടിപ്പിക്കുന്ന ആ രീതിക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അവരുടെ സങ്കടങ്ങൾ എന്നും ഒരേ തരത്തിലുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം രണ്ട് തരത്തിലുള്ള അമ്മമാരാണ്. അപ്പോൾ ഒരമ്മ ജീവിതം മുഴുവൻ മക്കൾക്ക് കൊണ്ട് ഒഴിഞ്ഞു വെക്കുന്നു. അതിൽ ദുഃഖിക്കുന്നു. സ്വന്തം ജീവിതത്തിലെ ആനന്ദം, സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ നിർബന്ധിതമാക്കപ്പെട്ട സ്ത്രീയാണ്. അവരൊരിക്കലും ജീവിതത്തിൽ വിശ്രമിക്കുന്നില്ല. അവർ തുടർച്ചയായിട്ട്, ഞാൻ എൻ്റെ ഉമ്മേൻ്റെ കാര്യമൊക്കെ തന്നെ ചിന്തിച്ചാൽ ഞാനൊക്കെ ഉമ്മാനൊക്കെ വളരെ അപൂർവമായിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ടുള്ളൂ. നമ്മൾ ഉറങ്ങിയതിന് ശേഷം ഉറങ്ങുകയും നമ്മൾ എണീക്കുന്നതിന് മുമ്പ് എണീക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ ഫെമിനിസ്റ്റുകാരുടെ അമ്മമാരും, ഞാനടക്കമുള്ള. അപ്പോൾ ഈ ഒരു സ്ത്രീ നബീസുമ്മ എന്നുള്ള അമ്മ കഥാപാത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് റെയ്ഹാന എന്നുള്ളത്. അവരുടെ ഭൗതിക സാഹചര്യങ്ങളിലുള്ള ഈ സാമ്യതകൾ പലപ്പോഴും അവരുടെ മാനസികമായിട്ടുള്ള സാമ്യതകളിൽ കലാശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയ്ഹാന വിശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യ കുട്ടികളെ വലുതാക്കിയതിന് ശേഷം, കുട്ടികളെ പഠിക്കാൻ പോയതിനു ശേഷം അവർ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അവർ ഒരു ടിപ്പിക്കൽ സ്റ്റീരിയോടിപ്പിക്കൽ ഗൾഫ് ഭാര്യയായിട്ടാണ് ജീവിക്കുന്നത്. അവർ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവർ ആനന്ദം ആഗ്രഹിക്കുന്നു. അവരവരുടെ ഭർത്താവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊരു കാര്യം എന്താണ്, ഭർത്താവ് കാക്കയെ പോലെ കറുത്തിട്ടാണ് എന്നുള്ളതാണ്.
അയാൾ കാശുകാരനല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലൊരു ടിപ്പിക്കൽ ഒരു ട്രജക്ടറിയാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ കറുത്ത തൊലിയുള്ള ആളും വെളുത്ത തൊലിയുള്ള ആളും തമ്മിലുള്ള കല്യാണം പലപ്പോഴും നടക്കാറുള്ളത് ഒരു സാമ്പത്തികമായിട്ട് സുസ്ഥിരതയുള്ള ഒരാണ് സ്വന്തം സാമ്പത്തിക മുന്നോക്കാവസ്ഥ ഉപയോഗിച്ച് ഒരു വെളുത്ത തൊലിയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ കാണുന്ന പരിസരത്തുള്ളവരുടെയൊക്കെ പരമ്പരാഗത രീതികൾ. അപ്പോൾ അതിൽ പെട്ട ഒരു കഥാപാത്രമാണ് ഈ റെഹാന എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭർത്താവും. ആ വ്യക്തി ഒരിക്കലും സംസാരിക്കുന്നില്ല നോവലിൽ. കാരണം ആ വ്യക്തി സംസാരിച്ചാൽ കൂടുതൽ റെഹാനയെക്കുറിച്ച് കൂടുതൽ റിഫ്ലക്ഷൻസ് വന്നു ചേരേണ്ടി വരും. അപ്പോൾ ദ റിലേഷൻഷിപ്പ് വുഡ് ബിക്കം മോർ ക്ലാരിഫൈഡ്. ദാറ്റ് വേ ഐ വുഡ് ലൂസ് ഫ്രം ദ സ്പെഷ്യൽ കോണ്ടെക്സ്റ്റ് ഐ വാണ്ടഡ് ടു സെറ്റ് ഇൻ. അവരെ പ്രതിഷ്ഠിക്കേണ്ട പ്രത്യേക സാഹചര്യത്തിൽ നിന്നും അവർ അടർത്തി മാറ്റപ്പെടും സാദിക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ. കാരണം അവരുടെ ബന്ധത്തിലുള്ള കെമിസ്ട്രിയും കൂടി എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, മുന്നോട്ട് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് സാദിക്ക് അതിലൊരിക്കലും സംസാരിക്കാത്തത്, റെഹാനയുടെ ഭർത്താവ്. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഇരകൾ തന്നെ എന്താന്ന്, ഇപ്പോൾ നബീസുമ്മ തന്നെ ഈ റെഹാനെ പറ്റി പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ രൂക്ഷമായിട്ടുള്ള കുറേ കമൻറ്റുകളുണ്ട് അതിൽ. അപ്പോൾ ഈ വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല. ഇവർ രണ്ടുപേരും ഒരേ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണെന്നുണ്ടെങ്കിലും അവരുടെ ലോകവീക്ഷണവും അവരുടെ ആനന്ദവീക്ഷണവും അവരുടെ ഈ ബന്ധത്തെക്കുറിച്ചുള്ള വീക്ഷണവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ രണ്ട് അപ്പം നബീസുമ്മ എന്ന് പറഞ്ഞൊരു ടിപ്പിക്കൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. എല്ലാം ഒഴിഞ്ഞു വെച്ച് മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ ഉള്ള മാതിരി മറ്റെന്താ പൂമുഖവാതിൽക്കൽ എന്ന് പറഞ്ഞ മാതിരി ആ പൂമുഖത്ത് നിന്ന് നേരെ അടുക്കളയെ കൊണ്ടുവച്ചാൽ അമ്മയായി മാറും. കുലസ്ത്രീയാണ് ഒരർത്ഥത്തിൽ. അതെ. അപ്പോൾ ഈ അമ്മ ആ ഒരു തരത്തിലുള്ള ഒരു മാതൃക അമ്മയാണ് നബീസുമ്മ. മാതൃക അമ്മ അല്ല റെഹാന. കാരണം അവർ സെക്ഷലി മറ്റൊരാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ, അതുകൊണ്ടാണ് ആ നോവലിൽ ഒരു കഥാപാത്രത്തെ പറയുന്നത്, ഇഫ് എ വുമൺ ചൂസസ് ഹെർ ഓൺ ബോഡി ഓവർ ഹർ ഹസ്ബൻഡ് ദാറ്റ് വുമൺ ഈസ് എ ബിച്ച് ഫോർ എവർ. അത് കുലസ്ത്രീയുടെ നിർവചനം അല്ല, നമ്മുടെ പൊതുവെയുള്ളൊരു സാമൂഹ്യ കാഴ്ചപ്പാടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ മലയാള സിനിമകൾ എടുത്ത് നോക്കുക. അപ്പോൾ മലയാള സിനിമകളുടെ തുടർച്ചയായിട്ട് കാണുന്ന ചില ടെൻഡൻസികൾ. അപ്പം ഈ മകൻ അച്ഛൻ മരിക്കാൻ സമയത്ത് കണ്ടെത്തുന്നു അച്ഛന് വേറൊരു മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ഈ അച്ഛൻ്റെ ഈ ഒരു പെരുമാറ്റം, ഈ മകൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കപ്പെടുന്ന പെരുമാറ്റ രീതി ഒക്കെ നമ്മൾ പഠിക്കുക. എന്നിട്ട് നമ്മളൊന്ന് വിഭാവന ചെയ്യാം. ഇതേ അച്ഛന് രണ്ടാം ഭാര്യ ഉണ്ട് എന്നുള്ള കണ്ടെത്തുന്നത് പോലെ തന്നെ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഏതാണ് സംവിധായകരൊന്നും ഇവർ അമ്മക്ക് വേറൊരു മകനും ഭർത്താവും വേറൊരു മക്കളും ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വലിയ വലിയ കലാപമായി മാറും. കാരണം നമുക്ക് ആ സിമ്പതി നഷ്ടപ്പെടും. അമ്മക്ക് സിമ്പതി മറ്റേ രണ്ടാം ഭർത്താവ് ഉണ്ടായാൽ വന്നു ചേരില്ല. അച്ഛന് ആ സിമ്പതി ലഭ്യമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇതൊരു പാട്രിയാർക്കൽ സോഷ്യൽ കണ്ടീഷനിങ് ആണ്. അതായത് സ്ത്രീക്ക് പുരുഷനും ചെയ്യാവുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി നിർവചിച്ചിരിക്കുന്ന ഒരു ജെൻഡർ ഡിഫറൻസ് ആണത്. പിന്നെ ഇത് മറ്റൊരു കാര്യം, ഈ ഇത്രയും ഒരു വയലൻസ് ഉൾപ്പെട്ട് വരുന്ന ഒരു കഥാതന്തു ബിൽഡപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വളരെ കോൺഷ്യസ് ആയിട്ട് ആ സ്ട്രക്ചർ ഇറ്റ് ഈസ് നോട്ട് ദ യൂഷ്വൽ സ്ട്രക്ചർ. ഐ മീൻ we have read about mobs happening. We have read about violence happening in society that's being instigated by small incidents. But your novel is different in structure. അപ്പോൾ എത്ര കോൺഷ്യസ് ആയിട്ടാണ് ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്തത്? I got the structure pretty early. I'm a very, very disciplined writer. I don't trust luck as such. ഞാൻ ലക്കിനെ വല്ലാതെ വിശ്വസിക്കാറില്ല, ഭാഗ്യത്തെ. അപ്പോൾ മുമ്പൊക്കെ ഇത് ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മോശം നോവലുകൾ എഴുതി ആരും നിങ്ങളെ പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു ഉപകാരമാണത്. നിങ്ങൾ 3 നോവൽ എഴുതിയപ്പോൾ ഇനി 100 പേജോ 150 പേജോ എഴുതി, അയ്യോ ഈ കഥ എവിടെയും പോകുന്നില്ലല്ലോ, എവിടെയോ എന്തോ പിഴച്ചു, ഇനി അത് വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 200 അല്ലെങ്കിൽ 150 പേജ് എഴുതി വെച്ചത് ഉപേക്ഷിക്കേണ്ടി വരുന്ന വേദന വലിയ വേദനയാണ്. കാരണം ഒരു നോവല് ഇതുമാതിരി രാഷ്ട്രീയ പ്രവർത്തനം മാതിരി, രാഷ്ട്രീയക്കാർ വളരെ വൈകി വാർദ്ധക്യ കാലത്താണ് അയ്യോ ഞാനിനിയൊന്നും ആകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ നോവലെഴുത്തും. 2-3 കൊല്ലം എഴുതി കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാക്കുക നമ്മൾ അയ്യോ ഇതെവിടേക്കും പോകുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ 1-2 തവണ മുമ്പ് സംഭവിച്ചതുകൊണ്ട് ഞാൻ വളരെ വളരെ പതുക്കെ ഈ ആശയവും അതിൻ്റെ ഫോമും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ മേജർ ക്യാരക്ടേഴ്സും ഒക്കെ ലഭ്യമായാലേ ഞാൻ ഇരുന്ന് എഴുതാറുള്ളൂ.
അപ്പോൾ ഞാൻ എൻ്റെ ദർ ഈസ് നോ സ്പെഷ്യൽ ഡിസ്കവറി ആസ് ഐ റൈറ്റ്. പ്രത്യേകിച്ചിട്ടൊരു കണ്ടെത്തലൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള കഥകൾ എനിക്കെപ്പോഴും എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നതും ഏറ്റവും ആകർഷിപ്പിക്കുന്നതും എഴുതിൻ്റെ ഭാഷയാണ്. എനിക്കെൻ്റെ ഭാഷ വളരെ വൃത്തിയായിട്ട് കൈവന്നു ചേരണം. അതിൽ കുത്തും കോമയൊന്നും ഇല്ലാതെ എഴുതാൻ കഴിയണം. എത്രത്തോളം കോമ ഒഴിവാക്കാൻ കഴിയുമോ അത്രത്തോളം ഒഴിവാക്കാൻ ശ്രമിക്കും ഞാൻ. ഇതൊക്കെയാണ് വളരെ അതൊരു സ്റ്റൈലിസ്റ്റിക് ഡിവൈസ് ആയിട്ട് ഇടയ്ക്ക് വയറിലെ ഇന്റർവ്യൂവിൽ അതിനെപ്പറ്റി എടുത്ത് പറഞ്ഞിരുന്നല്ലോ. അതെ 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 അതെ. അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് എംഫസിസ് കൊടുക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സെന്റ് ഈസ് ദ സോൾ ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഈ സ്റ്റൈല് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റൈറ്ററിന്റെ ആക്സെന്റ് പോലെ തന്നെയാണ്. ഈ സ്റ്റൈല് ഒരു റൈറ്ററിന്റെ സ്റ്റൈല് വളരെ കോൺസ്പിക്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ചട്ടയിൽ പേരങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മിക്കവാറും ഇത് എഴുതിയത് ആരാന്ന് നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇരുന്നത്, കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരെ ഏത് പേജ് എവിടെ നിന്ന് എടുത്ത് എൻ്റെ കയ്യിൽ തന്നാലും എനിക്കൊരു പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാകും ഇത് ആരും എഴുതിയാന്ന്. അപ്പം എൻ്റെ എഴുത്തിലും ഒരു പേഴ്സണൽ യു ഹാവ് യുവർ വോയിസ് എന്ന് നമ്മളിപ്പോൾ ഒരു ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ പറഞ്ഞാൽ യു ഹാവ് യുവർ വോയിസ് എന്ന്. സോ യു ബിലീവ് ദറ്റ് യു ഹാവ് യുവർ വോയിസ് അല്ലെ, ആ ആത്മവിശ്വാസമാണ് അടുത്തതിലേക്ക്. പലരും നല്ലോണം എഴുതുന്ന പലർക്കും പറ്റാത്തത് എനിക്ക് വോയിസ് ഉണ്ടെന്ന് അവർ തിരിച്ചറിയാറില്ല. നമ്മൾ പറയുമ്പോഴും ഞാൻ അങ്ങനെയല്ല എന്ന് നമ്മൾ എല്ലാ കാര്യവും നമ്മളെ സ്വയം ഇകഴ്ത്തി പറയാൻ ശീലിച്ചൊരു സമൂഹമാണ്. അതുകൊണ്ട് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ തന്നെ എഴുത്ത് നന്നാവും എന്നാണ് എൻ്റെ ഒരു കരുതൽ. ഈ റൈറ്റിംഗ് സ്റ്റൈലിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ അന്നാ പറഞ്ഞ കൺജങ്ഷൻസ് ഉപയോഗിച്ച് നീട്ടി എഴുതുക, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്താണ് ശരിക്കും ചെയ്തത്? കൺജങ്ഷൻസ് നമ്മുടെ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ കോമ കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പോൾ കോമ ഒരു നീളം കൂടിയ ഒരു സെൻറ്റൻസാണ്, അതിൽ ഒരുപാട് കോമകൾ വന്നു ചേരും. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കോം എടുത്ത് ഒഴിവാക്കി നമ്മൾ ആൻഡ് ചേർത്ത് കൊടുക്കും. ആൻഡ് ചേർത്ത് കൊടുക്കുമ്പോൾ കൺജങ്ഷൻസ് ചേർത്ത് കഴിയുമ്പോൾ ഇറ്റ് ഗിവ്സ് എ ക്വാളിറ്റി ഓഫ് ബ്രെത്ത്ലെസ്നെസ്. ഒരു ശ്വാസം ഇല്ലാതെ തന്നെ, ശ്വാസം എടുക്കാതെ തന്നെ വായിച്ച് പോകേണ്ട ഒന്നാണെന്ന് വായനക്കാരനും തോന്നും, വായനക്കാരിക്കും. അതിനൊരു സിമിലി ഞാൻ പറയാം. നമ്മളിപ്പം ഇപ്പോൾ നമുക്ക് അധികം കേൾക്കാത്തൊരു കാര്യം, കമൻട്രി കേൾക്കുന്നു. സ്പോർട്സ് കമൻട്രി കേൾക്കുമ്പോൾ ആദ്യമേ പതുക്കെ പറഞ്ഞു പോയതിന് ശേഷം ഒരു ഗോൾ അടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ നിർത്താതെ ശ്വാസം വിടാതെ പറയുന്ന ഒരു രീതി, അതിൻ്റെ ഒരു എഴുത്തിൻ്റെ So it's also something that has been used before, like Hemingway's farewell to arms. അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ കോമയൊന്നും ഉപയോഗിക്കുന്നില്ല, ആൻഡ് ചേർത്ത് അങ്ങനെ സെൻറ്റൻസ് നീട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് മെക്കാർത്തിയുടെ ബ്ലഡ് മെറിഡിയൻ എന്നുള്ള നോവലുകളൊക്കെ. അതിൽ ഹാൻഡ്ഫുൾ ഓഫ് കോമാസേ ഉള്ളൂ. റെയ്മണ്ട് കാർവറിന്റെ ഇങ്ങനെ ബെയറായിട്ട് എഴുതി പോകുന്ന 2-3 വാക്കുകൾ മാത്രം ചേരുന്ന. പക്ഷെ റെയ്മണ്ട് കാർവറും ഇവരും തമ്മിൽ വ്യത്യാസം. റെയ്മണ്ട് കാർവർ എന്ന് പറഞ്ഞ ഒരു വളരെ എക്സ്ട്രീംലി അല്ല, ഞാൻ വ്യത്യസ്തമാണെന്ന് പറഞ്ഞതാ, അതുപോലെയല്ല സ്പെയർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും അവനവനെ എക്സ്പ്രസ് ചെയ്യാൻ കണ്ടുപിടിക്കുന്ന വഴികളാണ്. ഇപ്പം ഞാൻ അതേപോലെ തന്നെ ഇപ്പം തോമസ് പിഞ്ചോൺ എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ തോമസ് പിഞ്ചോൺ എടുത്ത് വായിച്ചു നോക്കിയാൽ നിറയെ കോമകളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനത് എംപ്ലോയ് ചെയ്യാറില്ല എന്നേ ഉള്ളൂ. ഐ അപ്രീഷിയേറ്റ് ഓതേഴ്സ് ഹു യൂസ് ദെയർ ഓൺ ടെക്നിക്സ് വിച്ച് എവർ വേ ഇറ്റ് ഈസ്. ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ടു ഇറ്റ്, ബട്ട് ഐ ഡു ഫൈൻഡ് ദാറ്റ് വെൻ ഐ റൈറ്റ് I better get rid of these marks which blot the pages, like semicolon. നമ്മൾ സെമിക്കോളൺ ഉപയോഗിക്കത്തില്ല. കോളൺ വളരെ 3-4 കോളണേ ഒരു നോവൽ ഉണ്ടാവുള്ളൂ 300-400 പേജിൽ. പിന്നെ ആഡ്വേർബ് വളരെ വളരെ കണിശമായിട്ട് ഞാൻ എടുത്തു കളയും, വളരെ അപൂർവമായിട്ട് അത് ഉപയോഗിക്കുള്ളൂ. അഡ്ജക്റ്റീവ്സ് കൂടുതൽ ഉപയോഗിക്കും, പക്ഷേ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ അതിനിടെ കോമ ഇടൂല. അങ്ങനെയൊക്കെയുള്ള ഇതിൽ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അഡ്ജക്റ്റീവ് എന്താണ്, അഡ്വേർബ് എന്താണ്, കൺജങ്ഷൻ എന്താണെന്ന് ഒരു കാലത്ത് സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു, നമ്മൾ പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും വലിയ പ്രസക്തിയില്ല, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. വെച്ചാൽ വാട്സാപ്പ് ഭാഷയിൽ എഴുതപ്പെടുന്ന നോവലുകളും അതിന് വായനക്കാരുമുള്ള കാലത്ത് നമ്മൾ ഈ ടെക്നിക്കിനെ പറ്റി പറഞ്ഞു തന്നെ അറിയുള്ളൂ, അല്ലാതെ അറിയില്ല. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക് സൃഷ്ടിക്കപ്പെടുന്നത് ഭാഷയുടെ ശരിയായ പ്രയോഗത്തിലൂടെ. ക്രിയാവിശേഷണത്തിൻ്റെ ഒരു ദുരുപയോഗം പലപ്പോഴും നമ്മളെ ഭാഷയെ വളരെ നന്നായിട്ട് ഗ്രഹിക്കുന്നതിൽ നമ്മളെ അകറ്റി നിർത്തും. കാരണം ഇപ്പോൾ മന്ത്രിക്കുക എന്നുള്ള വാക്ക് അറിയുന്നില്ലെങ്കിൽ ചെവിയിൽ മെല്ലെ എന്തോ ചൊല്ലി എന്ന് പറഞ്ഞാൽ മതി. അപ്പം മന്ത്രിക്കുക എന്നുള്ള വാക്കിൻ്റെ അറിവില്ലായ്മയായിരിക്കും മിക്കവാറും മെല്ലെ ഞാൻ എന്തോ ചെവിയിൽ പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയാവിശേഷണം പലപ്പോഴും ക്രിയ എന്താണെന്ന് വൃത്തിയായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കും ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മളൊരു വായിക്കുന്ന, അപ്പം നമ്മളെപ്പോഴും എന്താന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വി ഷുഡ് അസ്യൂം ദാറ്റ് ദ റീഡർ ഹൂ റീഡ്സ് അവർ ബുക്ക് ഈസ് ഓഫ് വെരി ഫൈൻ ഇൻ്റലിജൻസ്. ഏറ്റവും നല്ല വായനക്കാരനോ വായനക്കാരിയോ അഡ്രസ്സ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. അത് പെട്ടെന്ന് ആൾക്കാർക്ക് ലഭ്യമാകില്ലെങ്കിലും നല്ല വായനക്കാർ വന്നു ചേർന്ന് എന്തുകൊണ്ടാണ് ഈ ഭാഷ കൂടുതൽ പഠിക്കപ്പെടേണ്ടത്, അഭിനന്ദിക്കപ്പെടേണ്ടത് എന്നുള്ളത് ക്രിറ്റിസിസം അതിൻ്റെ ധർമ്മം നിർവഹിച്ച് നിരൂപകർ അത് മാധ്യമങ്ങൾ വഴി ചൂണ്ടിക്കാണിച്ചു തരും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇത്തരം സങ്കീർണമായിട്ടുള്ള സൗന്ദര്യശാസ്ത്ര ടെക്നിക്കുകളെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ പേടി കാണിക്കരുത്. പിന്നെ ഈ മിക്കവാറും ഒരു സ്റ്റാൻഡേർഡ് രൂപങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ചേച്ചി നേരത്തെ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ നമ്മൾ നോവലെഴുത്തും അല്ലെങ്കിൽ കഥ എഴുത്തും പഠിക്കാൻ നമ്മൾ ഈ MFA ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സസിന് പോകുന്നതെന്നാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സസ് കൊണ്ട് പ്രത്യേകിച്ചിട്ടൊരു ദോഷമില്ല. അതുകൊണ്ട് വളരെ നല്ല എഴുത്തുകാർ ഉയർന്നു വന്നിട്ടുമുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നിങ്ങൾ ഇയർ ആഫ്റ്റർ എല്ലാ വർഷങ്ങൾക്കും ശേഷം നിങ്ങൾ തുടർച്ചയായിട്ട് പഠിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ആ ഇൻസ്ട്രക്ഷൻസ് പൊതുവെ MFA സ്റ്റുഡൻസിലൊക്കെ നമ്മൾ കാണാൻ കഴിയാറുണ്ട്. ഉണ്ട്. അതെന്ന് വെച്ചാൽ 5-ാമത്തെ പേജിൽ ഇന്നത് വരണം, 50-ാമത്തെ പേജിൽ കോൺഫ്ലിക്റ്റ് വരണം, 28-ാമത്തെ പേജിൽ അതിനൊരു പകുതി റെസൊല്യൂഷൻ വരണം, കൺക്ലൂഷനിൽ ഫുൾ റെസൊല്യൂഷൻ വരണമെന്ന് പറഞ്ഞൊരു ഫോർമുല കൊടുത്ത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പതിവാണ്. ഇപ്പോഴത്തെ സാഹിത്യത്തിൻ്റെ പലപ്പോഴും വായനാസുഖമില്ലാതെ പോകുന്നത് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. കാരണം സ്ഥിരം പ്രതീക്ഷകളേ ഉള്ളൂ. പുതുതായിട്ട് ഒരു പ്രതീക്ഷ അതിൽ വരുത്താൻ പറ്റുന്ന, ആത്മാവ് നഷ്ടപ്പെടുന്ന എഴുത്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഫോക്നറിൻ്റെ ഒരു നോവലാണ് സൗണ്ട് ആൻഡ് ഫ്യൂറി. അപ്പോൾ ഈ സൗണ്ട് ആൻഡ് ഫ്യൂറിയുടെ ആദ്യത്തെ 75 പേജ് 30-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, പക്ഷേ ബെഞ്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വിവരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവാണ്. ഈ 30-35 വയസ്സുള്ള വ്യക്തിക്ക് പക്ഷേ 5-6 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ബുദ്ധിയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ വ്യക്തിയെ സംസാരിപ്പിക്കുക, ഈ വ്യക്തിയുടെ സംസാരവും ഈ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡും എങ്ങനെ നമ്മൾ വേർതിരിച്ചെടുക്കും? ഇയാൾ കൊഹിയറൻ്റായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു അർത്ഥം മറ്റുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ യുക്തിസഹമായിട്ട് മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ സെൻറ്റൻസിനെ കൺസ്ട്രക്റ്റ് ചെയ്ത് കൺവേ ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരാളെ നമ്മളങ്ങനെ പ്രതിഫലിപ്പിക്കും. ഇതിന് പ്രത്യേകിച്ചിട്ട് ഒരു ഇൻസ്ട്രക്ഷനും എവിടെയില്ല. ഫോക്നർ എഴുതിയതിന് ശേഷമാണ് ഇങ്ങനെയും ചെയ്യാലോ എന്ന് ആൾക്കാർക്ക് തോന്നുന്നത്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് ഉപയോഗിച്ച്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏതോ ഒരാൾ ഒരു കാലത്ത് ധൈര്യപ്പെട്ട് ചെയ്തതിനെ നമ്മൾ അഭിനന്ദിക്കുന്ന രീതിയാണ് മിക്കവാറും സ്റ്റാൻഡേർഡായിട്ട് മാറുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ സംഭാഷണത്തിനിടയ്ക്ക് നമ്മൾ പറഞ്ഞതിൽ അന്ന് കാർത്തിക പറഞ്ഞത് ഓർമ്മയുണ്ടോ? കാർത്തിക ഫഹദ് ഫാസിലിന് ഈ പുസ്തകം വായിച്ച ആവേശത്തിൽ ഫഹദിന് പറ്റുന്ന കഥാപാത്രമാണ് ഒന്ന് നോക്കുന്നോ എന്ന് ചോദിച്ചത്. ആരെങ്കിലും വന്നിരുന്നോ? സിനിമയുടെ ഓപ്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഈ അടുത്ത പുസ്തകങ്ങളെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞാലോ. ഈ വർഷം വരാൻ പോകുന്ന പുസ്തകം? ഈ വർഷം ജൂണിൽ പെൻഗ്വിൻ ഒരു ബുക്ക് കൊണ്ടുവരുന്നുണ്ട്. ദ മേനോൻ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് നോവലിൻ്റെ. എന്ത് ജോണറാണത്? It's supposedly an investigative novel, but I am not very competent about, I have never read a crime novel in my life, so I do not know how it works, but I have attempted. അപ്പോൾ അതിൽ കൂടുതലായിട്ടും ഞാൻ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു നോവലാണ്. ആൻഡ് ഓൾസോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡൈവേഴ്സ് സോഷ്യൽ കാസ്റ്റ് ഉള്ള ഒരു നോവലാണ്. അതൊരു ക്യൂറിയസ് ടൈറ്റിലാണ്, ദ മേനോൻ ഇൻവെസ്റ്റിഗേഷൻ. അതെ അത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കി. അടുത്തതോ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാറായോ? എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു കേരളത്തിലൊരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ക്രൈസിസ് ആണ്. It's a political satire based in Kerala, based on a politician's life. There's a curious crisis in his life, and we'll figure it out. Chronicle of a politician? No. I'll never use Chronicle again in a title. വേറൊന്ന്, സഹറുവിൻ്റെ പുസ്തകങ്ങളിൽ
തെളിഞ്ഞും ഒളിഞ്ഞും പൊളിറ്റിക്സ് ധാരാളമുണ്ട്. അപ്പോൾ പൊളിറ്റിക്സ് ഇല്ലാതെ ഒരു മലയാളിക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ സാഹചര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പത്രം വായിച്ച് ടി വി കണ്ട് വളരുന്നൊരു മലയാളിക്ക് എഴുതുന്ന എന്തിലും പോളിറ്റിക്സ് കയറി വരും. അപ്പം സൈറുവിൻ്റെ പോളിറ്റിക്സ് ഒളിച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ടോ, അതോ വന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ കോൺഷ്യസ് ആയിട്ട് വരുത്തുന്നതാണോ? നോവലിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ മലയാളിയുടെ ഒരു സാധാരണ അഭിപ്രായങ്ങളാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് എൻ്റെ സാഹിത്യ ബോധ്യത്തിൽ വലിയ സ്ഥാനമില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു അവീത ബന്ധത്തിൻ്റെ മേലെയുള്ള ആൾക്കൂട്ട നിർമ്മിതിയും കൊലപാതകവുമാണ് ഈ നോവലിൻ്റെ വിഷയം. അതിൻ്റെ സെലക്ഷനിലൂടെ നിങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കണം ഞാൻ ഭയങ്കര ഒരു ഫാനൊന്നല്ല ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ എന്നുള്ളത്. പക്ഷെ അതിനപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യത്തിന് നമ്മളെ മനുഷ്യനെ കുറേ കൂടി മനുഷ്യൻ്റെ അവസ്ഥയെ സങ്കീർണമായ അവസ്ഥകളെ സ്വീകാര്യമാക്കി തീർക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ, ഇപ്പോൾ ഈ ബോർഗേസ് പറഞ്ഞ കാര്യം, ബോർഗേസ് പറഞ്ഞ് നമ്മൾ തമ്മിൽ തല്ലിയാൽ, നമ്മൾ തമ്മിൽ തർക്കിച്ചാൽ മനുഷ്യൻ എപ്പോഴും ആ തർക്കത്തിനെ പ്രതിവാദം ഉയർത്താൻ വലിയൊരു പ്രവണത ഉണ്ടാകും. പുസ്തകം വായിക്കുമ്പോൾ എന്താണ്, പുസ്തകം ഒരു കഥാരൂപത്തിൽ വരുമ്പോൾ നമ്മൾ കുറേ കൂടി ഹോസ്പിറ്റബിൾ ആയിരിക്കും, നമുക്ക് ആ ഐഡിയ ആശയം കുറേ കൂടി സ്വീകാര്യമായിരിക്കും. പുസ്തകം ആ സ്വീകാര്യത, പുസ്തകത്തിന് അല്ലെങ്കിൽ കഥക്ക്, നോവലിന് ആ സ്വീകാര്യത നഷ്ടപ്പെടും നമ്മൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കഥയിൽ കൊണ്ടുവന്നാൽ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള അഭിപ്രായമാണ്. കാരണം ഇക്കാലത്ത് എല്ലാവരും രാഷ്ട്രീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിനുള്ള മറ്റൊരു മാധ്യമമാക്കി നോവൽ റൈറ്റിങ്ങിനെ മാറ്റിയ ഒരു കാലഘട്ടത്തിൽ ഞാൻ വായിക്കുന്ന എഴുത്തുകാരൊന്നും അവരുടെ രാഷ്ട്രീയ, മിക്കവാറും ഇപ്പോൾ ഈ ഫ്രോസ്റ്റിൻ്റെ കവിത വായിച്ചില്ല നമ്മൾ. ഫ്രോസ്റ്റ് വാസ് എ വെരി കൺസർവേറ്റീവ് മാൻ. ഫ്രോസ്റ്റ് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പോയറ്റായിരുന്നു. എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു പോയറ്റാണ് വാലസ് സ്റ്റീവൻ. ഞാൻ മനസ്സിലാക്കുന്ന 20th സെഞ്ച്വറിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ്. വാലസ് സ്റ്റീവൻസ് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. അതേ ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ആയിരുന്നു. അങ്ങേരുടെ CEO വാലസ് സ്റ്റീവൻസിനെ കുറിച്ച് പറഞ്ഞത്, അങ്ങേർക്ക് ഹൃദയാഘാതം വന്നാൽ മാത്രമേ അങ്ങേർക്ക് ഹൃദയം ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുള്ളൂ എന്നാണ്. അപ്പോൾ എഴുത്തുകാരുടെ രാഷ്ട്രീയവും, എഴുത്തുകാർ എന്ത് രാഷ്ട്രീയക്കാരാണെന്ന്, കൺസർവേറ്റീവോ യാഥാസ്ഥികവാദിയോ പുരോഗമനവാദിയോ ആയിക്കൊള്ളട്ടെ, ആ സ്വന്തം രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്ന, എനിക്ക് സ്വീകാര്യമല്ലാത്ത വ്യക്തികളെ അവരുടെ യാഥാർത്ഥ്യത്തിൽ വർണ്ണിക്കാനുള്ള, ചിത്രീകരിക്കാനുള്ള ഒരു ശേഷി എനിക്ക് വേണം. അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കരുത്. എന്നെപ്പോലെയുള്ള കുറേ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനല്ല ഞാൻ നോവൽ എഴുതുന്നത്. മിക്കവാറും എന്നയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെ സൃഷ്ടിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ നോവൽ രചനയെ കാണുന്നത്. ആ അർത്ഥത്തിൽ വിശാലമായിട്ടുള്ളൊരു ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ട്രെൻഡിന് കുറച്ച് മാറിയിട്ടാണ് ഞാൻ നിൽക്കുക. പക്ഷെ അതേസമയം ഞാൻ വളരെ മലയാളിയായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആളാണ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ നോവൽ എഴുത്തിനെ ഹെറിസി, ആചാരവിരോധം എന്നൊരു കമൻറ്റ് പറഞ്ഞു കണ്ടു. നോവൽ എഴുത്ത് എങ്ങനെയാണ് ഒരു ആചാരവിരോധമാണെന്ന് പറയാൻ പറ്റുന്നത്? ആചാരവിരോധം എന്നല്ലെന്ന് ഞാൻ പറഞ്ഞ നോവൽ ഈസ് എ മോഡേൺ ഫോം ഓഫ് ഹെറസി. അപ്പോൾ ഹെറസി എന്ന് പറഞ്ഞൊരു മതനിന്ദയാണ്. ഞാൻ പറഞ്ഞത് മതനിന്ദയുടെ ഒരു ആധുനിക രൂപമാണ് സാഹിത്യം എന്നാണ് പറയുന്നത്. അതിന് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പം മതനിന്ദയുടെ ആധുനിക രൂപമാണ് സാഹിത്യം. പക്ഷേ ദൈവത്തിന് പകരം നമ്മൾ തെറി വിളിക്കുന്നത് മനുഷ്യരെയാണ്. അതാണ് ആ വ്യത്യാസം. അപ്പോൾ നമ്മൾ മനുഷ്യനാണ് ഇതിൻ്റെ വിചാരണക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ, നമ്മൾ ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഏറ്റവും ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആളെ നമ്മൾ ഹ്യൂമനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോവലിന് വേണം. അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ നോവലിനെ കൂടി നമ്മൾ പട്ടുടുപ്പിച്ച് വളരെ നല്ല വൃത്തിയുള്ള കുറേ മനുഷ്യന്മാരുടെ ഒരു കഥയാക്കി മാറ്റിയാൽ അത് നടക്കത്തില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, കഥാപാത്രങ്ങളുടെ ഇപ്പോൾ ഒരു മിസോജിനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ വിരുദ്ധനായിട്ടുള്ള വ്യക്തിയെ നമ്മൾ നോവലിൽ എഴുതുമ്പം അതിൽ സ്ത്രീ വിരുദ്ധത അയാളുടെ വായിൽ വരും, അയാളുടെ പ്രവൃത്തിയിൽ വരും. ഈ വായനയും ഈ പ്രവർത്തനം ഇത് അംഗീകരിക്കുന്ന, ഇത് ചെയ്യാൻ ക്രിയാത്മകമായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാനുള്ള അധികാരം നൽകുന്ന ഒരു മാധ്യമമാണ് നോവൽ. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഹരീഷിൻ്റെ മീശയൊക്കെ വരുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റേത് നോവൽ സൽമാൻ റുഷ്ദിയുടെ സാറ്റ്നിക് വേഴ്സസ്
ഈ നോവലുകളൊക്കെ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേദനിക്കുകയാണ് ആൾക്കാർക്ക്. അപ്പം വേദനിക്കുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വേറൊരു പ്രത്യാഘാതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രപ്പോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിർഭാഗത്തു നിന്ന് വിപരീതമായിട്ടുള്ള ചിന്തകളും മതമൗലികവാദികളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ എതിർക്കുന്ന ആൾക്കാരിൽ നിന്നും വന്നു ചേരും. മധ്യത്ത് നിൽക്കാനുള്ള ഒരു ശേഷി വേണം സാഹിത്യകാരന്, രണ്ട് ഭാഗവും കാണാൻ കഴിയണം. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാൽ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ നോവലിനെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കാണുന്നില്ല. നോവലിന് സാഹിത്യമാണ്. സാഹിത്യമാകാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പിടിവാശി. മറ്റുള്ളവരാരും അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. ഇംഗ്ലീഷിലുള്ള നോവലുകളിൽ വർക്കലയും അരീക്കോടും തിരുവനന്തപുരവും എല്ലാം കഥാ പശ്ചാത്തലങ്ങളായി വരുന്ന പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ ധാരാളമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പ്രധാനപ്പെട്ട ആസ്വാദ്യകരമായ ഒരു പുസ്തകമാണ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. സാറുവിന് എല്ലാ ആശംസകളും. അടുത്ത പുസ്തകം അടുത്ത വർഷം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.